കാശിനാഥൻ IPS അവസാന ഭാഗം. രചന SMC. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സ്റ്റേഷനിലെ ഒരു സാധാരണ ദിവസം. കാശി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാൻഡ് ഫോൺ ഒച്ചയെടുത്ത് കരഞ്ഞു. ഫോൺ എടുത്തും അപ്പുറത്തുനിന്ന് വിയർത്തൊലിക്കുന്ന ഒരു ശബ്ദം. സർ, എമർജൻസിയാണ്. പാർക്കാട് ഗ്യാങ്ങിന്റെ കഞ്ചാവും MDMA അടങ്ങിയ ഒരു വണ്ടി ഇതിൽ കടന്നു പോകുന്നുണ്ട്. വൻ മാഫിയ സംഘം പെട്ടെന്ന് വന്ന പിടികൂടാം, അല്ലെങ്കിൽ ഈ വർഷം നമ്മുടെ നാടിന്റെ ചോരയിൽ കലരും. കാശി ഫോൺ വെച്ചു. അവന്റെ കറുത്ത കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. PC, ജീപ്പ് എടുക്ക്. ആ പന്ന മക്കളെ ഞാൻ പച്ചക്ക് കത്തിക്കും. ജീപ്പ് ഇരച്ചുകൊണ്ട് പൊടിപടലങ്ങൾ ഉയർത്തി കവലിലേക്ക് കുതിച്ചു. അക്രമികളുടെ വണ്ടി വരുന്ന വഴിയിൽ കാശി ജീപ്പ് കുറുകെയിട്ടു. ജീപ്പിന്റെ ബോണറ്റിലേക്ക് അനായാസം ചാടിക്കേറി അവൻ കാലുമേക്കാല് കയറ്റി വെച്ചിരുന്നു. ശൂന്യമായ ആ റോഡിലേക്ക് നോക്കി. കയ്യിലുണ്ടായിരുന്ന വാച്ചിലേക്ക് ഇടയ്ക്കിടെ നോക്കി അവൻ കാത്തിരുന്നു. അതേസമയം അക്രമികളുടെ ആഡംബര വണ്ടി അതിവേഗം പാഞ്ഞു വരികയായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വിക്രമിന്റെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞിരുന്നു. വേഗം വിട് വിക്രം, ശേഖര മുതലാളി പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഇടിയിൽ മാത്രമല്ല, മറ്റൊന്നുകൂടി ബാക്കിയുണ്ട്. വൈകാൻ മുതലാളിയുടെ സ്വഭാവം എനിക്കറിയാലോ. കൂടെ ഇരിക്കുന്നവൻ ദേഷ്യത്തോടെ പറഞ്ഞു. റോഡ് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന പോലീസ് ജീപ്പ് കണ്ടതും വിക്രം ചിരിച്ചു. അതിനെന്താടാ, ഈ വഴിക്ക് പോലീസിന്റെ സപ്പോർട്ട് പതിവുള്ളതല്ലേ. 2 പെറ്റി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നീ വെറുതെ ടെൻഷൻ അടിക്കാടാ. പക്ഷേ വണ്ടി ജീപ്പിന് തൊട്ടടുത്തെത്തിയപ്പോൾ വിക്രമിന്റെ ചിരി മാഞ്ഞു. ജീപ്പിന്റെ ബോണ്ടിൽ രാജകീയ ഭാഗത്തിലിരിക്കുന്ന കാശി. അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ ആ യൂണിഫോം തിളങ്ങുന്നുണ്ടായിരുന്നു. വിക്രം ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. അവൻ സഹപ്രവർത്തകനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഇതെന്താടാ കാശി, ഇവനെന്താ ഈ വഴിയില്? എടാ, ഇവനൊക്കെ എന്തിനാ ഇത്ര പേടിക്കുന്നത്? നമ്മൾ മുതലാളിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ വഴിമാറി തന്നോളൂ. ആ ഒരു ധാർഷ്ട്യത്തോടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കൈകൾ പോക്കറ്റിൽ കുത്തി അഹങ്കാരത്തോടെ കാശിയുടെ അടുത്തേക്ക് നടന്നു. എന്താ സാറേ ഈ സമയത്ത് ഇവിടെ ഒരു ബ്ലോക്ക്? പോക്കറ്റ് നിറക്കാൻ പുതിയ വഴിയെന്ന് നോക്കേണ്ട. ഞങ്ങളപ്പോൾ ഉള്ളവരെ തടഞ്ഞ ആ യൂണിഫോമിന്റെ വില പോവും. ഓർമ്മയിലുണ്ടാവട്ടെ, വിക്രം പുച്ഛത്തോടെ പറഞ്ഞു. പക്ഷേ കാശി ഒരു അനക്കമില്ലാതെ അവരെ നോക്കി. അവൻ പതുക്കെ താഴേക്ക് ഇറങ്ങി. വിക്രമിന്റെ മുഖത്തേക്ക് പാഞ്ഞു കയറുന്നൊരു നോട്ടം നോക്കി. എടാ വിക്രം, നിന്റെ മുതലാളി ശേഖരനോട് പോയി പറ, ഇന്ന് ഈ റോഡിലൂടെ പോകാൻ പോകുന്ന ഓരോ ഗ്രാം MDMA നിന്റെയൊക്കെ കുഴിമാടം തോണ്ടാനുള്ളതാണെന്ന്. കാശി എഴുന്നേറ്റ് നിന്നും അവന്റെ ആ ഉയരവും കണ്ണിലെ തീക്ഷ്ണതയും കണ്ടപ്പോൾ വിക്രമിന്റെ കൈകളൊന്ന് വിറച്ചു. ഇത് തങ്ങൾ സ്ഥിരം കാണുന്ന കൈക്കൂലിക്ക് തലയാട്ടുന്ന പോലീസ് ഓഫീസറല്ല. നീ എന്താ എഴുതിയത്? ഞങ്ങളെ തടയാൻ മാത്രം നീ വളർന്നോടാ കാശി. വിക്രം അലറി. ആനും സംഘം ആയുധങ്ങൾ പുറത്തെടുത്തു. കാശി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അലയടിച്ചത് മരണത്തിന്റെ മണിനാഥമായിരുന്നു. ഇന്ന് നിന്റെ മുതലാളിയുടെ ഡീല് മാത്രമല്ല, നിന്റെ ആയുസ് കൂടെ തീരുക. അടുത്ത നിമിഷം ആ കവലിൽ കാശിനാഥന്റെ അലർച്ച മുഴങ്ങി. എന്റെ നാട്ടിലെ പിള്ളയുടെ നെഞ്ചത്തോട്ട് വിഷം തള്ളാന്ന് എഴുതിയോടാ. എന്നാ കേട്ടോ നീയൊക്കെ, നിന്റെ ആയുസിന്റെ അവസാനത്തെ ദിവസമായിരുന്നു. കാശി അലറി. അവന്റെ ഓരോ ചൂടിലും മരണത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. വിക്രം പകയോടെ തന്റെ സംഘത്തെ നോക്കി അലറി. തല്ലിക്കൊല്ലണ ഈ നായിന്റെ മോനെ. അവന്റെ IPS പദവി അഹങ്കാരയും മണ്ണിത്തനെ കുഴിച്ചു മൂടും. അക്രമികൾ ഒരേ സമയം കാശിക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ കാശി ഒരു കൊടുങ്കാറ്റായി മാറി. മുന്നിൽ നിന്നവന്റെ താടിയിൽ ലക്ഷ്യമാക്കി കാശി നൽകിയ ഒരൊറ്റടിയിൽ അവൻ വായ പൊളിച്ച് പിന്നിലേക്ക് തെറിച്ചു വീണു. അടുത്തവന്റെ കയ്യിലെ വടിവാള ഒരൊറ്റ കറക്കത്തിൽ കാശിയെ തട്ടിത്തെറിപ്പിച്ചു. വീണവന്റെ മുഖത്ത് കാശി തന്റെ ബൂട്ടിട്ട് കാലുകൊണ്ട് ആഞ്ഞൊന്ന് ചവിട്ടി. കാശി അലറുകയായിരുന്നു. നിന്റെയൊക്കെ മുതലാളിയുടെ ആഡംബര വണ്ടിക്ക് താഴെ വെക്കാൻ ഈ കാശിനാഥന്റെ നെഞ്ചിൽ ഇനിയും തീ ബാക്കിയുണ്ടടാ. വിക്രം കിതച്ചുകൊണ്ട് കത്തിയുമായി കാശിക്ക് നേരെ ഓടി വന്നു. കാശി അവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. ആ വേദനയിൽ വിക്രം പുളയുമ്പോൾ കാശി അവന്റെ ചെവിയിൽ അമർത്തി പറഞ്ഞു. ഒരടിയിൽ തീരുന്നല്ലടാ എന്റെ ദേഷ്യം. നീയും നിന്റെ മുതലാളിയും മണ്ണിനോട് ചെയ്ത പാപത്തിന് നിങ്ങൾ ഓരോരുത്തരെയും മണ്ണിൽ മുട്ടുകുത്തും. അവനെടുത്ത് കാശി ജീപ്പിന്റെ ബോണ്ടിലേക്ക് അടിച്ചമർത്തി. വിക്രമിന്റെ വായിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കവലയിൽ അപ്പോൾ ഉയർന്ന അക്രമികളുടെ നിലവിളികളും കാശിയുടെ ഇടിയുടെ ശബ്ദവും മാത്രമായിരുന്നു. തല്ലി തീർക്കാൻ വന്നവർ തന്നെ തിരികെ ഓടുന്ന കാഴ്ച തളരാതെ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് കാശി വീണ്ടും മുന്നോട്ട് നടന്നു. കവലയിൽ വീണിടക്കുന്ന അക്രമികളെല്ലാം കാശിയുടെ ഇടിയേറ്റ അവശരായിരുന്നു. വിക്രം ഉൾപ്പെടെയുള്ള സംഘത്തെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചഴിച്ചു കയറ്റുമ്പോൾ കാശിയുടെ കണ്ണുകളിൽ അതേ തീക്ഷ്ണതയുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തിയ ഉടനെ കാശി ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. എടാ ദാസ, ഇവനൊക്കെ ലോക്കപ്പിലിട്. വിക്രമനെ ഒറ്റക്കിടണം, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ആൻ വേഗത്തിൽ തന്റേതായ ശൈലിയിൽ FIR തയ്യാറാക്കി. ഒരു പഴുതും കൊടുക്കാതെ ശേഖർ മുതലാളിയുടെ പേരുൾപ്പെടെ വ്യക്തമായി രേഖപ്പെടുത്തി. പേനയുടെ അറ്റത്തൊരു തരം പകയുണ്ടായിരുന്നു. ഇനി നിനക്ക് നിന്റെ മുതലാളി വന്നാൽ രക്ഷയില്ല. ഈ FIR ഒപ്പിടാൻ നിനക്കിനി അധികം നേരം കിട്ടില്ല. കാശിയുടെ ശബ്ദം സ്റ്റേഷനിൽ മുഴങ്ങി. ഒടുവിൽ വിക്രമിന്റെ മുന്നിൽ FIR വെച്ച് അവൻ കടുപ്പത്തിൽ പറഞ്ഞു. ഒപ്പിട്ടോടാ, ഇതിൽ ഒപ്പിടുന്നത് നിന്റെ അവസാനത്തെ തെറ്റായിരിക്കും. ചോരയും വിയർപ്പും പുരണ്ട വിറക്കുന്ന വിരലുകളോടെ വിക്രം ആ പേപ്പറിൽ ഒപ്പിട്ടു. കാശി ആ ഫയൽ ലോക്കറിലേക്ക് വെക്കുമ്പോൾ അവൻ തന്നോട് തന്നെ പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ് ശേഖരൻ.
നിന്നെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ വീണ്ടും ശബ്ദിച്ചു. കാശി യൂണിഫോം അഴിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത അവന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. ഫോൺ എടുത്തവും മറുതലക്കിൽ നിന്നുയർന്ന് പരിചിതമായ ഒരു നിലവിളിയാണ്. അത് രുദ്രയുടേതാണ്. കാശിയേട്ടാ, മക്കളെ അവര്. തൊണ്ടയിടറിയുള്ള അവളുടെ വിളിയും പിന്നിൽ നിന്നുള്ള 5 കുഞ്ഞുങ്ങളുടെ ഭയന്നുള്ള കരച്ചിലും കേട്ടതും കാശിയുടെ നെഞ്ചിലാരോ ആഞ്ഞു കുത്തിയതുപോലെ തോന്നി. അപ്പുറത്ത് ശേഖര മുതലാളിയുടെ ക്രൂരമായ ചിരി ഉയർന്നു. കാശിനാഥൻ, എന്റെ വണ്ടി തടഞ്ഞ് നീ കാണിച്ച അഹങ്കാരത്തിലുള്ള മറുപടിയായത്. നിന്റെ ഈ സ്നേഹ സാമ്രാജ്യം ഇനി എന്റെ തടവില. ഇവരെ കാണുന്നുണ്ടെങ്കിൽ ഒറ്റക്ക് വരണം, അതും പോലീസിന്റെ ആയുധങ്ങളൊന്നുമില്ലാതെ. ഫോൺ കട്ടായി. കാശിയുടെ കണ്ണുകൾ രക്തവർണമായി. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. അനാഥന്റെ വേദനയിൽ ഉരുകിത്തീർന്നവന് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാനുണ്ടായിരുന്ന ഏക സമ്പാദ്യം താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച തന്റെ രുദ്രയും 5 കുരുന്നുകളും. അവരെ തന്നെ തട്ടിയെടുത്ത ശേഖരന്റെ ധൈര്യം കാശിയുടെ ഉള്ളിൽ ആ പഴയ താന്തോന്നിയെ ഉണർത്തി. ആ ഡെസ്കിലിരുന്ന തന്റെ റിവോൾവർ എടുത്തു. ലോഡ് ചെയ്യുന്ന ഓരോ ക്ലിക്ക് ശബ്ദവും വരാനിരിക്കുന്ന മരണത്തിന്റെ മുന്നറിയിപ്പായിരുന്നു. മുഷ്ടിയുരുട്ടിയപ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഡാ ശേഖര, പന്നം നായേ, ഇവരെ തൊട്ട നിന്റെ കൈ ഞാൻ വിട്ടും. അവരെ ഒന്ന് സ്പർശിക്കാൻ വന്ന നിന്റെ കുലം ഞാൻ ഈ മണ്ണിൽ നിന്ന് തൂത്തുവാരി വഴിയിൽ ഇല്ലാതാക്കും. എന്റെ കുടുംബത്തെ തൊട്ട നീ ഒളിച്ചിരിക്കുന്ന പാതാളത്തിൽ വന്ന് നിന്റെ നെഞ്ചിൽ കാൽ വെച്ച് ഞാൻ നിന്നെ കൊന്നുകളയും. കാത്തിരുന്നോളാ. അവന്റെ ശബ്ദം സ്റ്റേഷന്റെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തെരുവിൽ അനാഥനായി അലയുമ്പോൾ അനുഭവിച്ച അതേ ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും തീയാണ് ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ. ഇന്ന് ആ വേദന തനിക്കല്ല, തന്റെ പ്രാണനായവർക്ക് വേണ്ടിയാണെന്ന തിരിച്ചറിവ് അവനെ ഒരു മൃഗത്തെ പോലെ ക്രൂരനാക്കി. അവൻ ജീപ്പിലേക്ക് ചാടിക്കയറി. സ്റ്റേഷനിലെ പഴയ റൈറ്റർ ദാസൻ ഓടി വന്നു. സർ, എങ്ങോട്ടാ? തനിച്ച് പോരും സാർ, ഞാൻ കൂടെ വരാം. കാശി അവനെ രൂക്ഷമായി നോക്കി. വേണ്ട ദാസൻ, ഇത് കാശിയുടെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ മക്കളെയും രുദ്രയും തൊട്ടവനെ ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനുമുമ്പ് എൻ്റെ ഈ കൈകൾ അവനെ കീറി മുറിക്കും. ജീപ്പ് ചീറിപ്പാഞ്ഞ് അജ്ഞാതമായ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. അവൻ വേഗത്തിൽ ഫോൺ എടുത്തു. പഴയ സുഹൃത്തും അനാഥാലയത്തിലെ മാനേജറുമായ പത്രോസാറിനെ വിളിച്ചു. സർ, എൻ്റെ മകൾ കാണാതായിരിക്കുന്നു. അവരാരെങ്കിലും വഴിയിൽ കണ്ട എന്നെ അറിയിക്കണം. ആ മാഫിയ സംഘം എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കൊരു സൂചന കിട്ടണം. മറുകൾക്ക് പത്രോസാറിന്റെ ശബ്ദത്തിൽ ഞെട്ടലുണ്ടായിരുന്നു. കാശി, നീ വിഷമിക്കണ്ട. ഞാനിപ്പോൾ തന്നെ എൻ്റെ കുട്ടികളോട് പറയും. നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും കാശിയുടെ മക്കൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങിക്കോളും. അപ്പോഴാണ് കാശിയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും വീഡിയോ കോൾ വന്ന് അവൻ വിറക്കുന്ന കൈകളോട് അത് അറ്റൻഡ് ചെയ്തു. സ്ക്രീനിൽ കണ്ട കാഴ്ച അവന്റെ ഹൃദയം തകർത്തു. ഒരു ഇരുണ്ട മുറിയിൽ വായു മൂടിക്കെട്ടിയ നിലയിൽ രുദ്രയും മക്കളും. മുന്നിൽ ആ സംഘത്തലവൻ മുഖത്തൊരു ക്രൂരമായ ചിരിയുമായി ഇരിക്കുന്നു. കാശിനാഥൻ IPS, നീ എന്നെ തപ്പി വരികയാണല്ലേ? നീ കാണുന്ന അനാഥാലയത്തിലെ കുട്ടികളുടെയും പാവപ്പെട്ടവരുടെയും രക്ഷകനായിട്ട് അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു. എൻ്റെ ബിസിനസ്സിൽ തലയിട്ട ഇതാവും ഗതി. ഇനി നിനക്ക് ഇവരെ തിരിച്ചിട്ടണമെങ്കിൽ നീ ഒറ്റയ്ക്ക് വരണം. അതും യൂണിഫോം അഴിച്ചു വെച്ച ആയുധങ്ങളില്ലാതെ വരാൻ തയ്യാറായിക്കോ. കാശി പല്ലുകൾ കടിച്ചമർത്തി. അവന്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. താൻ അനാഥനായപ്പോൾ അനുഭവിച്ച അതേ ഒറ്റപ്പെടൽ ഇന്ന് തന്നെ മക്കൾ അനുഭവിക്കുന്നു. നീ കാത്തിരുന്നോടാ, നിന്റെ കുഴി ഞാൻ തോണ്ടിക്കഴിഞ്ഞു. അവൻ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി അലറി. അവൻ ജീപ്പിന്റെ സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചു. യൂണിഫോം അഴിച്ചു വെച്ച് ഒരു സാധാരണക്കാരനായി. പക്ഷേ ഉള്ളിലൊരു സിംഹത്തിന്റെ കരുത്തുമായി അവൻ ആ ഇരുണ്ട താഴ്വരയിലേക്ക് വണ്ടി തിരിച്ചു. യൂണിഫോം അഴിച്ചു വെച്ച് സാധാരണ വേഷത്തിൽ കാശി ആ ഇരുണ്ട താഴ്വരയിലേക്ക് നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ കത്തിയെരിയുന്ന പകയായിരുന്നു. ആയുധങ്ങളില്ല, പക്ഷേ കാശിനാഥൻ എന്ന പേര് തന്നെ അവന് വലിയൊരു ആയുധമാണ്. അവൻ മുന്നോട്ട് നടക്കുന്തോറും ചുറ്റും നിശബ്ദത പടർന്നു. പെട്ടെന്നാണ് ഒരു കാലടി വെച്ച് കേട്ടത്. കരിയിലകൾ ഞെരിയുന്ന ശബ്ദം. കാശി പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. അവന്റെ നേരെ വന്ന ഒരു ഇരുമ്പ് ദണ്ഡ് ആഞ്ഞു വീശിയതും തൊട്ടുമുന്നിലെ മരത്തിൽ തട്ടി. ഒളിച്ചിരുന്ന് ആക്രമിക്കാനാടാ നിന്റെയൊക്കെ പരിപാടി? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ വാടാ. കാശി ഗർജിച്ചു. ആ ഇരുട്ടിൽ നിന്ന് 6 പേര് പുറത്തിയാടി. കയ്യിൽ വടിവാളുകളും കമ്പികളുമായി അവർ കാശിയെ വളഞ്ഞു. പക്ഷേ വന്യമൃഗങ്ങൾ നേരിടുന്ന സിംഹത്തെ പോലെ കാശി കുതിച്ചു. ആദ്യത്തവന്റെ താടിയിലേക്ക് കാശി ആഞ്ഞൊന്നു കൊടുത്തു. ഒരു ഞരക്കത്തോടെ അവൻ നിലത്ത് വീണു. അടുത്തവന്റെ കയ്യിലെ വടിവാൾ ഒരൊറ്റ കറക്കത്തിൽ കാശി തട്ടിത്തെറിപ്പിച്ച് അവനെ മലത്തിയടിച്ചു. കാശിയുടെ വേഗത ഉണ്ടാവും അമ്പരന്ന് പോയി. നിന്റെയൊക്കെ തലവൻ എവിടെയാണോ ഒളിച്ചിരിക്കുന്നേ? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. എന്റെ ക്ഷമയുടെ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. അതിലൊരാൾ ഭയത്തോടെ വിറക്കുന്നുണ്ടായിരുന്നു. അവൻ ഒളിച്ചിരിക്കുന്ന പഴയ ഗോഡൌണിലേക്ക് അയച്ചുകൊണ്ടി. കാശി അവന്റെ കഴുത്തിൽ പിടിച്ച് ആഞ്ഞൊന്ന് തള്ളി നേരെ ആ ഗോഡൌണിന്റെ വാതിലേക്ക് ഓടി.
ഗോഡൌണിന്റെ വാതിൽ ചവിട്ടി തുറന്ന കാശി കണ്ടത് ക്രൂരമായ കാഴ്ചയാണ്. കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന രുദ്രയുടെയും മക്കളുടെയും അവസ്ഥ കണ്ട് അവന്റെ ഹൃദയം പിടഞ്ഞു. വായ് മൂടി കെട്ടി അവർ കാശിയെ കണ്ടതും കണ്ണുനീരൊഴുക്കി. ആ സംഘത്തലവൻ ഒരു കസേരയിൽ ചാരിയിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ കാശിനാഥ, നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. സ്നേഹമുള്ളവർക്ക് എപ്പോഴും ഭയം കൂടുതലായിരിക്കുമല്ലോ. കാശി പതുക്കെ അവനടുത്തേക്ക് നടന്നു. നീ എൻ്റെ കുടുംബത്തെ തൊട്ടു. നിനക്ക് കിട്ടേണ്ടത് മരണമല്ല, അതിലും ക്രൂരമായ ഒന്നാണ്. നീ എൻ്റെ മക്കളുടെ കണ്ണുനീർ കണ്ടു. ഇനി നിന്റെ ഓരോ തുള്ളി ചോരയും ഞാൻ ഈ തറയിൽ വീഴ്ത്തും. അയാൾ അവന്റെ നേരെ തോക്ക് ചൂണ്ടി രുദ്ര അലറാൻ ശ്രമിച്ചു. പക്ഷെ വായ മൂടിക്കെട്ടിയതിനാൽ ശബ്ദം പുറത്തു വന്നില്ല. കാശിയുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല, പകരം ഒരു മൃഗത്തിൻ്റെതായ തീക്ഷ്ണത മാത്രം. തോക്കിൻ മുന്നേ കാശിയുടെ നെഞ്ചിലേക്ക് നീണ്ടു നിൽക്കെ അയാൾ ക്രൂരമായി ചിരിച്ചു. എടാ കാശി, നീ IPS ഓഫീസർ ആയിരിക്കാം, പക്ഷേ ഇവിടെ നീ വെറൊരു അച്ഛനും ഭർത്താവും മാത്രമാടാ. ഒരു വെടി മതി നിന്റെ ഈ സ്നേഹ സാമ്രാജ്യം അവസാനിക്കാൻ. ശേഖരൻ മുതലാളി ക്രൂരമായി ചിരിച്ചു. തോക്കിൻ മുന്നേ കാശിയുടെ നെഞ്ചിലേക്ക് അമർന്നിരുന്നു. പെട്ടെന്ന് ഗോഡൌണിലെ വെളിച്ചം ഒന്നടങ്കം മണഞ്ഞു. ചുറ്റും കൂരിട്ട് പരന്നു. എന്താടാ അത്? ലൈറ്റ് ഇടാ. ശേഖരൻ മുതലാളി പരിഭ്രമത്തോടെ അലറി. തോക്കുമായി അവൻ വെപ്രാളപ്പെട്ടു. അപ്പോഴാണ് വെളിച്ചണയാനുള്ള കാരണം പുറത്തു വരുന്നത്. ഗോഡൌണിന്റെ പുറകിലെ ജനാലിലൂടെ വളരെ ശ്രദ്ധയോടെ കാശിയുടെ ആ ചങ്കുകൾ, അനാഥാലയത്തിൽ അവന്റെ കൂട്ടുകാരും അവരുടെ ടീമും പുറത്തിയാടിയിരുന്നു. അവർ നേരത്തെ തന്നെ ഗോഡൌണിന്റെ മെയിൻ വയറുകൾ കണ്ടെത്തി. നിമിഷ നേരം കൊണ്ട് അതങ്ങ് മുറിച്ചു മാറ്റി. കാശിക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല. തന്റെ ചങ്കുകൾ തന്നെ രക്ഷയ്ക്കെത്തിയിരിക്കുന്നു. ഇരുട്ടിന്റെ ആ മറ കാശിക്ക് അനുഗ്രഹമായി. ഒരു പുലിയെപ്പോലെ അവൻ കുതിച്ചു. തോക്ക് പിടിച്ചവന്റെ കൈത്തണ്ടയിൽ അവൻ ആഞ്ഞൊന്ന് പിടിച്ചു. ഒരു ഉഗ്രൻ ശബ്ദത്തോടെ ആ കൈ ഒടിഞ്ഞു. തോക്ക് തറയിൽ വീണു. കാശി അതിലേക്ക് ചാടി വീണു. പക്ഷെ അത് എടുത്തില്ല. പകരം തന്റെ കൈകൾ കൊണ്ട് തന്നെ അവനെ ഇടിച്ച് പരത്തി. ഓരോ ഇടിയിലും അവൻ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതെന്റെ മക്കൾക്ക് വേണ്ടി, ഇതെന്റെ രുദ്രയ്ക്ക് വേണ്ടി. അനാഥന്റെ കണ്ണുനീർ വീണ മണ്ണിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കുന്നവനെ നീ തൊട്ടുപോയി. ശേഖരൻ അവശനായി താഴെ വീണു. കാശി അവനെ കോളിൽ പിടിച്ചുയർത്തി. പുറത്ത് പോലീസ് ജീപ്പുകളുടെ സൈറൺ മുഴങ്ങി. കാശി നേരത്തെ തന്നെ ദാസനെ വിവരം അറിയിച്ചിരുന്നു. പോലീസ് സംഘം ഗോഡൌൺ വളഞ്ഞു. കാശി വേഗം ഓടിച്ചെന്ന് രുദ്രയുടെയും മക്കളുടെയും കെട്ടഴിച്ചു. രുദ്ര കാശിയുടെ നെഞ്ചിലേക്ക് വീണ് വിതുമ്പി. അവൻ മക്കളെ ഓരോരുത്തരായി വാരിപ്പുണർന്നു. അവരുടെ കവിളിലെ ഉപ്പ് കണ്ണുനീർ അവൻ തുടച്ചു മാറ്റി. പേടിക്കണ്ട, നിങ്ങളുടെ അച്ഛൻ ഇവിടെയുണ്ട്. ഇനി ആരും നിങ്ങളെ തൊടില്ല. തറയിൽ കിടന്ന് ശേഖരൻ നോക്കി കാശി പറഞ്ഞു. എനിക്ക് എവിടുന്ന് കിട്ടിയടാ ഇത്ര കരുത്ത് എന്നല്ലേ നീ ചോദിച്ചത്? തെരുവിൽ താനിയെ വളർന്നപ്പോ പഠിച്ചതാ. എന്നെ ചവിട്ടി മതിക്കാൻ നോക്കുന്നവന്റെ നെഞ്ചത്തോട്ട് തിരിച്ചു കയറി പൊരുതാൻ. പോലീസ് ശേഖരനെയും കൂട്ടാളികളെയും വിലങ്ങണയിച്ചു കൊണ്ടുപോകുമ്പോൾ കാശി തന്റെ മക്കളെയും രുദ്രയെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. പെയ്തൊഴിഞ്ഞ മഴയ്ക്ക് ശേഷം ആ താഴ്വരയിൽ ഒരു പുതിയ വെട്ടമുദിച്ചിരുന്നു. ഗോഡൌണിന് പുറത്തെത്തിയ കാശിയെയും കുടുംബത്തെയും കാത്ത് വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അനാഥാലയത്തിലെ കുട്ടികൾ, നാട്ടുകാർ, ശാന്തമ്മ, ചെറിയമ്മ, കാവ്യ, എല്ലാവരുടെയും കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു. അവർ കാശി ഒരു പോലീസുകാരെന്നതിലുപരി തങ്ങളുടെ കാവൽക്കാരനായിട്ടാണ് കാണുന്നത്. രുദ്രാവൻ അഭിമാനത്തോടെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ ആ പഴയ സ്നേഹവും ഒപ്പം വലിയ പ്രതിസന്ധിയിലും തളരാവുന്ന ഭർത്താവിനുള്ള ബഹുമാനവും ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ശാന്തമായിരുന്നു. ആ മാഫിയ സംഘം പൂർണ്ണമായും നിയമത്തിന് മുമ്പിൽ തകർന്നു. കാശിയുടെ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. അവൻ തന്റെ മക്കൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. മക്കളെ, അച്ഛനൊരു IPS ഓഫീസർ ആയതുകൊണ്ട് മാത്രമല്ല നിങ്ങളെ രക്ഷിച്ച്, മറിച്ച് അച്ഛനൊരു മനുഷ്യനായതുകൊണ്ടാണ്. പാവപ്പെട്ടവന്റെ കണ്ണുനീരിന് വിലയുണ്ട്. നിങ്ങൾ വലുതാവുമ്പോൾ ആ വില തിരിച്ചറിയണം. 5 മക്കളും ആ വാക്കുകൾ നെഞ്ചിലേറ്റി. കാശിയുടെ സ്നേഹഭവനം ഇപ്പോൾ 10 ഇരട്ടി വലുതായി. പണ്ടൊരിക്കൽ അനാഥനായി തെരുവിൽ വിശന്ന് നടന്ന ആ 15 വയസ്സുകാരൻ കാശി ഇന്ന് അനാഥാലയത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അച്ഛനായി മാറി. ഒരു ഞായറാഴ്ച വൈകുന്നേരം രുദ്രമുറ്റത്ത് പൂക്കൾ നനയ്ക്കായിരുന്നു. കാശി പുറകിലൂടെ വന്ന അവിടെ ആരെങ്കിലും കൈ ചേർത്ത് പിടിച്ചു. എന്താ ആലോചിക്കുന്ന രുദ്ര? ഒന്നില്ല, നമ്മുടെ ജീവിതം. ഒരു കാലത്ത് നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നോക്കൂ, നമ്മുടെ ചുറ്റും എത്ര പേരാ, എത്ര മക്കളാ. ആൾ തിരിഞ്ഞ് അവന്റെ നെഞ്ചിൽ ചാഞ്ഞു. കാശി അവളുടെ നുണക്കുഴിയിൽ വിരലമർത്തി. നമ്മളന്ന് അനുഭവിച്ച് ഇരുട്ടാ ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഇത്രയും വെളിച്ചം നൽകിയത്. അനാഥനായിരുന്നുകൊണ്ടാണല്ലോ എനിക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലായത്. ദൂരെ നിന്ന് 5 കുരുന്നുകൾ കൂടി കളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. കാശി രുദ്രയെയും ചേർത്ത് പിടിച്ച് അവർ നോക്കി പുഞ്ചിരിച്ചു. കാശിയുടെ നെഞ്ചിൽ ആ പഴയ ടാറ്റു, മുല്ലപ്പൂവിന്റെ ഗന്ധം, മഴയുടെ നനവ്, ഒപ്പം താൻ കെട്ടിപ്പടുത്ത സ്നേഹ സാമ്രാജ്യം. കാശിനാഥൻ IPS എന്ന കാവൽക്കാരൻ തന്റെ കടമയും സ്നേഹവും നിറവേറ്റി തീർത്തു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.